ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന ബൈബിൾ പഠന പരമ്പരയുടെ ഈ എപ്പിസോഡിലേക്ക് പ്രേക്ഷകരെ നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ പാഷൻ നറേറ്റീവ് എന്ന് വിളിക്കപ്പെടുന്ന പീഡാനുഭവ രംഗങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ ആരംഭിച്ച് 19-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൻ്റെ വരെ നീണ്ടു നിൽക്കുന്ന പീഡാനുഭവ രംഗങ്ങളിലെ പീലാത്തോസിൻ്റെ ഇൻവോൾവ്മെൻറ്റുമായി ബന്ധപ്പെട്ട വചനഭാഗങ്ങളെ 7 രംഗങ്ങളായി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ 4-ാം രംഗം യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളാണ്. ആ വചനഭാഗങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തോടുള്ള ഈശോയുടെ സ്നേഹമാണ് സഹനമേറ്റെടുക്കാൻ കർത്താവിനെ പ്രേരിപ്പിച്ചത് എന്ന് സഹോദരങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദൈവപിതാവുമായി ദൈവപുത്രനുള്ള സ്നേഹബന്ധം, ആ ബന്ധത്തിൻ്റെ ഇഴയടുപ്പമാണ് കർത്താവിനെ അതിനുവേണ്ടി പ്രേരിപ്പിച്ചത് എന്നുള്ളത് വ്യക്തമാണ്. നമ്മളും ചിന്തിച്ച് നോക്കിയാൽ ജീവിതത്തിൽ, കുടുംബങ്ങളിൽ, സമൂഹത്തിൽ നമ്മൾ ആർക്കെങ്കിലുമൊക്കെ വേണ്ടി സഹനങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ആ വ്യക്തിയോട് സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടി സഹിക്കാൻ തയ്യാറാകും, ഇല്ലേ? അത് ഭാര്യ ഭർത്താവിന് വേണ്ടിയാകട്ടെ, ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടിയാകട്ടെ, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടിയാകട്ടെ, മക്കൾ മാതാപിതാക്കന്മാർക്ക് വേണ്ടിയാകട്ടെ, സഹോദരങ്ങൾ പരസ്പരമാകട്ടെ, ബന്ധുമിത്രാദികളോ അയൽപക്ക ബന്ധങ്ങളിലോ ആകട്ടെ, ഇഴയടുപ്പമുള്ള ബന്ധങ്ങളിൽ സഹനങ്ങൾ ബുദ്ധിമുട്ടാകാതെ വരും. അതുകൊണ്ടാണ് ഈശോ സ്നേഹിതർക്ക് വേണ്ടി ജീവൻ ബലി കഴിക്കുക എന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് കർത്താവ് പറയുന്നതിൻ്റെ കാരണം അവിടെയാണ്. ഇതിൻ്റെ സൂചനകൾ സഹനദാസൻ്റെ കീർത്തനത്തിൽ യേശയ്യാ പ്രവാചകൻ കൃത്യമായി 50-ാം അധ്യായത്തിലും തുടർന്നുള്ള 52-ാം അധ്യായത്തിലും ഒക്കെയും നൽകുന്നുണ്ട്. നമുക്കറിയാമല്ലോ, യേശയ്യായുടെ പ്രവചന ഗ്രന്ഥത്തിൽ 50-ാം അധ്യായത്തിൻ്റെ 4ഉം 5ഉം വാക്യങ്ങൾ, സ്ക്രീനിൽ നിങ്ങൾക്ക് ആ വാക്യങ്ങൾ കാണാൻ സാധിക്കും. യേശയ്യ 50-ാം അധ്യായം 4-5 വാക്യങ്ങൾ. പരീക്ഷീണന് ആശ്വാസം നൽകുന്ന വാക്ക്, ദൈവമായ കർത്താവ് ശിഷ്യനെ എന്ന പോലെ എന്നെ ആശ്വസിപ്പിച്ചു. പ്രഭാതം തോറും അവിടുന്ന് എൻ്റെ കാതുകളെ ശിഷ്യനെ എന്ന പോലെ ഉണർത്തുന്നു. ദൈവമായ കർത്താവ് എൻ്റെ കാതുകൾ തുറന്നു, ഞാൻ എതിർക്കുകയോ പിന്മാറുകയോ ചെയ്തില്ല എന്നാണ് 5-ാം സുവിശേഷകൻ എന്നറിയപ്പെടുന്ന ബൈബിൾ പണ്ഡിതന്മാർ വിളിക്കുന്ന യേശയ്യായുടെ കർത്താവിൻ്റെ പീഡാസഹനത്തെക്കുറിച്ചുള്ള പ്രവചന ഭാഗമാണ് 50-ാം അധ്യായം 4-5 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. പീഡനങ്ങളുടെ മധ്യേ ശ്രവണാത്മകമായ പ്രാർത്ഥനാ മനോഭാവത്തോടെ ദൈവഹിതത്തിന് കാതോർക്കുന്ന ഒരു നിലപാടാണ് ഈശോ പുലർത്തിയത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈശോ ശാന്തനായി കുരിശുമരണത്തെയും സ്വീകരിച്ചത് അവൻ്റെ ശ്രവണാത്മകമായ മനനത്തിൻ്റെ ഭാഗമാണ്. ദൈവപിതാവിനെ കൈവിടില്ല എന്നുള്ള പിതാവിലുള്ള പൂർണ്ണമായ ആശ്രയത്വത്തിൻ്റെ ഭാഗമാണത്. നമ്മുടെ ജീവിതങ്ങളിലും സഹനങ്ങൾ വരുമ്പോൾ അവയെ രക്ഷാകരമായ സഹനമാക്കി മാറ്റേണ്ടത് ഇപ്രകാരം ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിച്ചു കൊണ്ടാകണമെന്ന് ഈ വചനഭാഗം സഹോദരങ്ങളെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. തൻ്റെ പിതാവുമായുള്ള പുത്രനടുത്ത ബന്ധമാണ് പീഡാനുഭവ വേളയിലുടനീളം ഈശോയെ നയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെയും കുരിശിൽ കിടന്നുകൊണ്ടുള്ള പ്രാർത്ഥനയിൽ ആദ്യത്തേതും അവസാനത്തേതും പിതാവിനെ സംബോധന ചെയ്തുകൊണ്ടുള്ളതാണ് എന്ന് സുവിശേഷകന്മാർ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആദ്യമായി നമ്മൾ കാണുന്നത് കർത്താവിൻ്റെ പ്രാർത്ഥന, പിതാവേ അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നതെന്തെന്ന് അവരറിയുന്നില്ല എന്നുള്ള ലൂക്കാ സുവിശേഷം 23-ാം അധ്യായം 34-ാം തിരുവചനത്തിലെ പടയാളികൾക്ക് വേണ്ടി, തന്നെ ക്രൂശിക്കുന്നവർക്ക് വേണ്ടിയുള്ള കർത്താവിൻ്റെ പ്രാർത്ഥന പിതാവിനെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള പ്രാർത്ഥനയാണ്. പിതാവേ, അവർ ചെയ്യുന്നത് എന്താണെന്ന് അവരറിയായികയാൽ അവരോട് ക്ഷമിക്കണമേ എന്നാണ്
ഈ പ്രാർത്ഥനയിൽ നമ്മൾ കാണുന്നത്. അവസാനമായി കർത്താവ് കുരിശിൽ കിടന്നുകൊണ്ട് പറയുന്നത് ലൂക്കാസ് സുവിശേഷം 23-ാം അധ്യായം 46-ാം തിരുവചനം, പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന വചനമാണ്. തന്നെ പൂർണ്ണമായും കർത്താവ് സമർപ്പിച്ചുകൊണ്ട് ആത്മാവിന് നൽകുകയും ജീവൻ വെടിയുകയും ചെയ്യുന്ന രംഗമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. പിതാവേ എന്നു വിളിച്ച് പിതാവിനോട് പറയാണ്, നിന്റെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുകയാണ്. ഇപ്രകാരം പിതാവിനോടുള്ള സ്നേഹത്തിൻ്റെ അനുസരണമാണ് പീഡനങ്ങളുടെ മധ്യേ ഈശോ അഭ്യസിച്ചത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, അനുസരണത്തിൽ സഹനമുണ്ട്, വേദനയുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, പ്രയാസങ്ങളുണ്ട്. ആ പ്രയാസങ്ങളിലും വേദനകളിലും ഒക്കെ കർത്താവിൻ്റെ ഹിതം മനസ്സിലാക്കാൻ, കാണാൻ പരിശ്രമിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം കൊണ്ട് അർത്ഥമുണ്ടാകുകയുള്ളൂ എന്ന് തിരിച്ചറിയുക. 19-ാം അധ്യായത്തിൻ്റെ 3-ാം തിരുവചനത്തിൽ നമ്മൾ വായിച്ചു കേട്ട വചനഭാഗം ഇങ്ങനെയാണ് പറയുക, അവർ അവൻ്റെ അടുക്കൽ വന്ന് യഹൂദരുടെ രാജാവേ സ്വസ്തി എന്ന് പറഞ്ഞ് കൈകൊണ്ട് അവനെ പ്രഹരിച്ചു എന്നാണ്, അവനെ അടിച്ചു എന്നാണ് വചനം പറയുക. പീഡാനുഭവ വേളയിൽ ഒരു പരിഹാസ വർഷം തന്നെ ഈശോയുടെ മേലുണ്ടാകുന്നുണ്ട്. റോമൻ ഗവർണറായിരുന്ന പീലാത്തോസ് ഈശോയെ പരിഹാസത്തിന് വിധേയനാക്കി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ലൂക്കാ സുവിശേഷത്തിൻ്റെ 23-ാം അധ്യായം 11-ാം തിരുവചനത്തിൽ അവൻ കടന്നു പോകുന്ന പരിഹാസങ്ങളെക്കുറിച്ച് പീലാത്തോസിൻ്റെ അരമനയിൽ വെച്ച് പീലാത്തോസ് തന്നെയും നേതൃത്വം കൊടുത്തുകൊണ്ടും അതിനുശേഷം ഹെറോദേസ് അവൻ്റെ പടയാളികളോടൊപ്പം കർത്താവിനെ പരിഹസിക്കുന്നതിൻ്റെയും ഭാഗങ്ങൾ ലൂക്ക 23-ാം അധ്യായം 11-ാം തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ വചനഭാഗം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാനായി സാധിക്കും. ലൂക്ക 23-ാം അധ്യായം 11-ാം തിരുവചനം, ഹെറോദേസ് പടയാളികളോട് ചേർന്ന് അവനോട് നിന്ദ്യമായി പെരുമാറുകയും യേശുവിനെ അധിക്ഷേപിക്കുകയും ചെയ്തു. അവൻ ഈശോയെ പകിട്ടേറിയ വസ്ത്രം ധരിപ്പിച്ച് പീലാത്തോസിൻ്റെ അടുക്കലേക്ക് തിരിച്ചയച്ചു എന്നുമാണ് ആ വചനഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. യെശയ്യാ പ്രവാചകനിലെ സഹനദാസൻ്റെ ചിത്രമാണ് ഇവിടെയും അന്വർത്ഥമാകുന്നത് എന്ന് നമുക്ക് വ്യക്തമാണ്. യെശയ്യാ പ്രവാചകൻ 53-ാം അധ്യായത്തിൻ്റെ 3-ാം തിരുവചനത്തിൽ സഹനദാസനെക്കുറിച്ച് പറഞ്ഞ വചനങ്ങൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാനായി സാധിക്കും. വചനം ഇങ്ങനെയാണ്, അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു. അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു എന്നുള്ള സഹനദാസനെക്കുറിച്ചുള്ള 5-ാം സുവിശേഷകൻ എന്ന് ബൈബിൾ പണ്ഡിതന്മാർ വിളിക്കുന്ന യെശയ്യായുടെ പ്രവചനമാണ് 53-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ നമ്മൾ കാണുന്നത്. ഇതിന് സമാനമാണ് കർത്താവ് കടന്നു പോകുന്ന പീഡാസഹനങ്ങൾ എന്ന് സഹോദരങ്ങളെ നമുക്ക് മനസ്സിലാകും. സഹനദാസനായ ഈശോ ഈ പരിഹാസമെല്ലാം ക്ഷമയോടെ സഹിച്ചത് ദൈവഹിതത്തിന് വിധേയമായി മാത്രമല്ല, മനുഷ്യരുടെ പാപപരിഹാരത്തിന് വേണ്ടി കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഒരു കർത്താവ് 2 മാർഗങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. ഒന്നാമതായി ദൈവപിതാവിൻ്റെ ഹിതത്തിന് കീഴ്വഴങ്ങുക എന്നുള്ളതും, രണ്ടാമതായി മനുഷ്യ പാപ പരിഹാരത്തിന് വേണ്ടി താൻ മരിക്കണം, ഈ സഹനങ്ങളിലൂടെ കടന്നു പോകണമെന്നുമുള്ള വചനങ്ങൾ കൃത്യതയോടുകൂടെ അവൻ അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതും യെശയ്യാ പ്രവാചകൻ കൃത്യമായി തന്നെയും അവതരിപ്പിക്കുന്ന വചനഭാഗമാണ് എന്ന് ഓർമ്മപ്പെടുത്തട്ടെ. യെശയ്യായുടെ പ്രവചന ഗ്രന്ഥം 53-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാനായി സാധിക്കും. ആ വചനഭാഗം ഇങ്ങനെയാണ്, നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തെന്നു നാം കരുതി. നമ്മുടെ അതിക്രമങ്ങൾക്കു വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്കു വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു എന്നുള്ള
സഹനദാസനെക്കുറിച്ചുള്ള പീഡാസഹനത്തിൻ്റെ ഏറ്റവും ക്രൂരമായ രംഗങ്ങളെ കണ്ടാലെന്നതുപോലെ യേശയ്യാ പ്രവാചകൻ പ്രവചന ഗ്രന്ഥത്തിൽ മുൻകൂട്ടി അവതരിപ്പിച്ചിരിക്കുകയാ 53-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. ഈ വചനങ്ങളൊക്കെയും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് കർത്താവ് കടന്നു പോകുന്ന ഈ സഹനം എന്തിനു വേണ്ടിയുള്ളതായിരുന്നു എന്നുള്ളതാണ്. ദൈവഹിതത്തിന് കീഴ്വഴങ്ങുക മാത്രമായിരുന്നില്ല, മറിച്ച് മനുഷ്യകുലത്തിൻ്റെ പാപപരിഹാരത്തിനു വേണ്ടിയുള്ള ബലിയർപ്പണം കൂടിയായിരുന്നു കർത്താവിൻ്റെ കുരിശുമരണം എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സഹനദാസൻ്റെ സഹനത്തിന് വികാരിക്കടുത്ത സഹനം, വിക്കേരിയസ് സഫറിങ് എന്നാണ് പറയുക. സ്ക്രീനിൽ നിങ്ങൾക്ക് അത് കാണാനായി സാധിക്കും. എഴുതിയിട്ടിട്ടുണ്ട്, വിക്കേരിയസ് സഫറിങ് എന്നാണ് അപ്രകാരമുള്ള സഹനത്തെ വിളിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, മറ്റൊരാൾക്ക് പകരം സഹിക്കുക എന്നതാണ് ഇതിൻ്റെ അർത്ഥം. വിക്കേരിയസ് സഫറിങ് എന്ന് പറഞ്ഞാൽ ഞാൻ വരുത്തി വെച്ച സഹനമല്ല, ഞാൻ എനിക്ക് വേണ്ടി തന്നെ സഹിക്കുന്നതുമല്ല, മറിച്ച് എൻ്റെ കൂടെയുള്ളവർക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി സഹനങ്ങളെ ഏറ്റെടുക്കാൻ വേണ്ടി സാധിക്കുമ്പോൾ അപ്രകാരമുള്ള സഹനങ്ങളെയാണ് വിക്കേരിയസ് സഫറിങ് എന്ന് വിളിക്കപ്പെടുന്നത്. മറ്റൊരാൾക്കു വേണ്ടി സഹനം ഏറ്റെടുക്കേണ്ടി വരിക. കർത്താവിൻ്റെ മരണം വിക്കേരിയസ് സഫറിങ് ആയിരുന്നു. സഹനദാസൻ മറ്റുള്ളവർക്ക് വേണ്ടി കുരിശുമരണം ഏറ്റെടുത്തവനാണ് എന്ന് ഈ വചനഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. മനുഷ്യരുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ടാണ് ഈശോ ഈ സഹനങ്ങളിലൂടെ കടന്നുപോയത് എന്നും പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും. ഈശോയുടെ പീഡാസഹനം മുഴുവൻ പിതാവിൻ്റെ സന്നിധിയിലുള്ള ഒരു പ്രാർത്ഥനയായിട്ടാണ് ഹെബ്രായ ലേഖനത്തിൽ അവതരിപ്പിക്കപ്പെടുന്നത് എന്നുള്ളതും ഇതോട് ചേർത്ത് വായിക്കാൻ പറ്റുന്ന കാര്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഹെബ്രായ ലേഖനത്തിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 7-ാം തിരുവചനത്തിൽ ഇപ്രകാരം ഒരു വിക്കേരിയസ് സഫറിങ് എപ്രകാരമാണ് പിതാവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയായി പുത്രനായി ഈശോ സ്വീകരിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് പരാമർശം വ്യക്തമായിട്ടുണ്ട്. ആ പരാമർശം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ആ വചനം നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ വ്യക്തമാകും. സ്ക്രീനിലേക്ക് നിങ്ങളൊന്ന് നോക്കിക്കേ. ഹെബ്രായ ലേഖനം 5-ാം അധ്യായം 7-ാം തിരുവചനം, തൻ്റെ ഐഹിക ജീവിതകാലത്ത് മിശിഹ മരണത്തിൽ നിന്നും തന്നെ രക്ഷിക്കാൻ കഴിവുള്ളവന് കണ്ണീരോടും വലിയ വിലാപത്തോടും കൂടെ പ്രാർത്ഥനകളും യാചനകളും സമർപ്പിച്ചു. അവൻ്റെ ദൈവഭയം മൂലം അവൻ്റെ പ്രാർത്ഥന കേട്ടു എന്നാണ് ഹെബ്രായ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 7-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്ന വചനം എന്ന് പറയുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഇതിലൂടെ ഞാനും നിങ്ങൾ മനസ്സിലാകുന്ന കാര്യം എന്താണെന്നറിയാവോ? ഇത് വെറും ഒരു പ്രാർത്ഥനയല്ല, മറിച്ച് പുരോഹിതപരമായ പ്രാർത്ഥനയാണ് എന്നതാണ്. പ്രീസ്റ്റ്ലി പ്രയർ എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ വചനഭാഗത്തെ വിളിക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സാധാരണഗതിയിലുള്ള ഒരു പ്രാർത്ഥനയായിട്ടല്ല, പുരോഹിതപരമായ ഒരു പ്രാർത്ഥന. ഈശോയുടെ പൗരോഹിത്യത്തെപ്പറ്റി പരാമർശിക്കുന്നതും ഹെബ്രായ ലേഖനത്തിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ തൊട്ടു മുമ്പ് കിടക്കുന്ന 7-ാമത്തെ വാക്യത്തിലാണ് നമ്മൾ ഇപ്രകാരമുള്ള പ്രാർത്ഥന കാണുന്നത് എങ്കിൽ അതിൻ്റെ തൊട്ടു മുൻപുള്ള 6-ാമത്തെ വചനം നമ്മോട് പറയുന്നത് എന്താ? നോക്കിക്കേ, 6-ാം വചനം. അവിടുന്ന് വീണ്ടും പറയുന്നു, മെൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരം നീ എന്നേക്കും പുരോഹിതനാണ്. കണ്ടോ? അപ്പോൾ പുരോഹിത പ്രകാരമുള്ള ഒരു പ്രാർത്ഥനയായിട്ടാണ് ഈ വചനഭാഗത്തെ ഹെബ്രായ ഗ്രന്ഥകർത്താവ് അവതരിപ്പിക്കുന്നത്. ഹെബ്രായ ഗ്രന്ഥത്തിൽ തന്നെ 5-ാം അധ്യായത്തിൻ്റെ 10-ാം തിരുവചനത്തിൽ വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, എന്തെന്നാൽ മെൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരം അവൻ പ്രധാന പുരോഹിതനായി ദൈവത്താൽ നിയോഗിക്കപ്പെട്ടു എന്ന് വചനം നമ്മൾ കാണുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ യേശയ്യായുടെ പ്രവചന ഗ്രന്ഥത്തിലെ സഹനദാസൻ ഹെബ്രായ ഗ്രന്ഥത്തിലേക്ക് വരുമ്പോൾ പുരോഹിതനാണ് എന്നും അതുവഴിയായി വികാരിക്കടുത്ത സഹനമാണ് കടന്നു പോകേണ്ടി വരുന്നത് എന്നും അതിനെയാണ് വിക്കേരിയസ് സഫറിങ് എന്ന് വിളിക്കപ്പെടുന്ന സഹനദാസൻ്റെ സഹനം എന്നും നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും. ഇപ്രകാരം സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ഒക്കെ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള സഹനങ്ങൾ ഏറ്റെടുക്കുന്നവരാണെങ്കിൽ we become vicarious sufferers. നമ്മൾ വികാരിയാകുന്നത് അപ്പോഴാണ്. മറ്റുള്ളവർക്ക് വേണ്ടി സഹനങ്ങൾ ഏറ്റെടുക്കാൻ സാധിക്കുക. ഈശോയുടെ പീഡാനുഭവം മുഴുവനും നിത്യപുരോഹിതൻ എന്ന നിലയിൽ
ദൈവത്തിന് മുമ്പിൽ മനുഷ്യർക്ക് വേണ്ടി അവിടുന്ന് അർപ്പിച്ച പാപപരിഹാര ബലിയായിരുന്നു എന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിശുദ്ധ പൗലോസ് ശ്ലീഹായുടെ മിശിഹായുടെ ജീവിത ബലിയർപ്പണത്തെക്കുറിച്ച് പരിഹാര ബലിയായുള്ള പരാമർശവും ഇവിടെ നമുക്ക് ചേർത്ത് വായിക്കാൻ സാധിക്കുന്ന കാര്യമാണ്. പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 3-ാം അധ്യായം 25-ാം തിരുവചനത്തിൽ അപ്രകാരമുള്ള ഒരു വചനം നമുക്ക് കാണാനായി സാധിക്കും. ആ വചനവും സ്ക്രീനിൽ നിങ്ങൾക്കായി എഴുതിയിട്ടിട്ടുണ്ട്. റോമ 3:25 സഹനം വഴി സംലഭ്യമാകുന്ന രക്തം കൊണ്ടുള്ള പാപപരിഹാര ബലിയായി ദൈവം അവനെ നിശ്ചയിച്ചു തന്നു എന്ന് പറഞ്ഞാൽ, പഴയ നിയമത്തിൽ ഉടമ്പടിയും കൂടാരത്തിൻ്റെ മുകൾ ഭാഗത്ത് ബലിരക്തമൊഴിച്ച് പുരോഹിതൻ പാപപരിഹാര ബലി അർപ്പിച്ചതുപോലെ നിത്യപുരോഹിതനായി ഈശോ മനുഷ്യരുടെ പാപങ്ങൾ ഏറ്റെടുത്ത് തൻ്റെ സ്വന്തം രക്തം എന്ന് പറഞ്ഞാൽ പീഡാനുഭവം പിതാവിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പാപപരിഹാര ബലി അർപ്പിക്കുകയാണ് സംഭവിക്കുന്നത്. ഇതിലൂടെ നാം പാപത്തിൽ നിന്നും മോചിതരായി വിശുദ്ധീകരിക്കപ്പെടുന്നു എന്ന് പ്രിയ സഹോദരങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് കർത്താവിൻ്റെ പീഡാസഹനത്തെക്കുറിച്ച് പറയുമ്പോൾ യേശയ്യായുടെ പ്രവചന ഗ്രന്ഥത്തിലെ സഹനദാസനെക്കുറിച്ച് പറയുകയും ഹെബ്രായ ലേഖനത്തിൽ അത് പുരോഹിതനാണ് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയും തുടർന്ന് റോമാലേഖനത്തിൽ പൗലോസ് ശ്ലീഹായിലൂടെ ഇത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ഭാഗമായി മറ്റുള്ളവർക്ക് വേണ്ടി സഹിക്കാനുള്ള ഉത്തരവാദിത്വം വിളി സ്വീകരിച്ചവനാണ് ഓരോ ക്രിസ്ത്യാനിയും എന്നുള്ള ഓർമ്മപ്പെടുത്തൽ സഹോദരങ്ങളെ നമുക്ക് നൽകുന്നുണ്ട്. ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഇത് നമ്മുടെ ബർത്ത് റൈറ്റാണ്. സഫറിങ് ഈസ് മൈ ബർത്ത് റൈറ്റ് എന്ന് പറയാൻ പറ്റും. സഹനം എൻ്റെ ജീവിതത്തോടുകൂടെ ക്രിസ്ത്യാനി എന്ന നിലയിൽ എൻ്റെ അവകാശമാണ്. ഇപ്രകാരമാണ് 4 രംഗങ്ങളിലായി കർത്താവിൻ്റെ പീഡാസഹനത്തെക്കുറിച്ച് പീലാത്തോസിൻ്റെ അരമനയിലും പുറത്തുമായി നടക്കുന്ന രംഗങ്ങൾ സൂചിപ്പിക്കപ്പെടുന്നത്. ഇനി നമ്മൾ 5-ാം രംഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അത് കൊട്ടാരത്തിന് വെളിയിലാണ് സംഭവിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 4 മുതൽ 7 വരെയുള്ള വചനങ്ങളിലാണ് ഈ ഭാഗം നമ്മൾ കാണുന്നത്. ആ വചനഭാഗം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. യോഹന്നാൻ 19-ാം അധ്യായം 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. പീലാത്തോസ് വീണ്ടും പുറത്തു വന്ന് അവരോട് പറഞ്ഞു, ഒരു കുറ്റവും ഞാൻ അവനിൽ കാണുന്നില്ല എന്നു നിങ്ങൾ അറിയാൻ ഇതാ അവനെ നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. മുൾക്കിരീടവും ചെമന്ന മേലങ്കിയും ധരിച്ച് യേശു പുറത്തേക്ക് വന്നു. അപ്പോൾ പീലാത്തോസ് അവനോട് പറഞ്ഞു, ഇതാ മനുഷ്യൻ. അവനെ കണ്ടപ്പോൾ പ്രധാന പുരോഹിതന്മാരും സേവകരും വിളിച്ചു പറഞ്ഞു, അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക. പീലാത്തോസ് അവരോട് പറഞ്ഞു, നിങ്ങൾ തന്നെ അവനെ കൊണ്ടുപോയി ക്രൂശിച്ചു കൊള്ളുവിൻ. എന്തെന്നാൽ ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. യഹൂദർ പറഞ്ഞു, ഞങ്ങൾക്കൊരു നിയമമുണ്ട്, ആ നിയമമനുസരിച്ച് ഇവൻ മരിക്കണം, കാരണം ഇവൻ തന്നെ തന്നെ ദൈവപുത്രനാക്കിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായിക്ക് സ്തുതി. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ പീഡാസഹനത്തിൻ്റെ ആരംഭത്തിലെ പീലാത്തോസിൻ്റെ അരമനയ്ക്കും പുറത്തുമായി നടക്കപ്പെടുന്ന വിചാരണയുടെ രംഗങ്ങളിൽ നമ്മൾ 7 രംഗങ്ങളായി തരം തിരിച്ചതിൽ 5-ാം രംഗമാണ് 19-ാം അധ്യായം 4 മുതൽ 7 വരെയുള്ള വചനങ്ങളിൽ കാണുന്നത്. ഈശോ രാജാവും വിധിയാളനുമാണ് എന്ന പ്രഖ്യാപനമാണ് ദൈവശാസ്ത്രപരമായി യോഹന്നാൻ ഇവിടെ ഊന്നൽ നൽകുന്ന വചനം എന്ന് പറയുന്നത്. പീലാത്തോസ് ഈശോയുമായി പുറത്തേക്ക് വരികയാണ്. പ്രത്തോറിയത്തിനകത്ത് അവനെ പരിഹസിക്കുകയും അടിക്കുകയും മുൾക്കിരീടം ചാർത്തുകയും ചെമന്ന മേലങ്കി ധരിപ്പിക്കുകയും ഒക്കെ ചെയ്ത് കർത്താവിനെ നിന്ദിച്ച് പീഡിപ്പിച്ച് അടിച്ചതിനു ശേഷം പീലാത്തോസ് ഈശോയുമായി പുറത്തേക്ക് വരികയാണ്. മുൾക്കിരീടവും ചുമന്ന മേലങ്കിയും ധരിച്ച് പുറത്തേക്ക് വരുന്ന കർത്താവിനെയാണ് 5-ാം വാക്യത്തിൽ നമ്മൾ കണ്ടത്. രാജത്വത്തിൻ്റെ അടയാളമാണ് കിരീടവും മേലങ്കിയുമെന്ന് നമുക്കറിയാമല്ലോ. അതുകൊണ്ടാണ് മേലങ്കി ധരിപ്പിക്കുന്നതും കിരീടം വെച്ച് കൊടുക്കുന്നതുമൊക്കെ. അതോടൊപ്പം പീലാത്തോസ് ഈശോയെ കാണിച്ചുകൊണ്ട് പറയുന്നു, ഇതാ
മനുഷ്യൻ. തൻ്റെ അധികാരത്തിന് ഭീഷണിയാകുമെന്ന് യഹൂദന്മാർ പറഞ്ഞ ഈശോയുടെ നിസ്സഹായ അവസ്ഥ പീലാത്തോസ് എടുത്തു കാണിക്കുകയാണ്. അതോടൊപ്പം ഈശോയുടെ നിഷ്കളങ്കതയും ഇതിലൂടെ പീലാത്തോസ് പ്രഖ്യാപിക്കുന്നുണ്ട്. ഇതാ മനുഷ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിനെ അവതരിപ്പിക്കുന്നത് വഴിയായി. ഈ പ്രഖ്യാപനത്തിൽ അറിയാതെയാണെങ്കിലും പീലാത്തോസ് പഴയ നിയമത്തിലൊരു പ്രഖ്യാപനം അനുസ്മരിപ്പിക്കുന്നുണ്ട്. സാവൂളിനെ സാമുവേലിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നുകൊണ്ട് കർത്താവ് പറഞ്ഞ വാക്കുകൾ ഇവിടെ അനുസ്മരിപ്പിക്കപ്പെടുകയാണ്. സാമുവേൽ പ്രവാചകൻ്റെ 1-ാം പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൻ്റെ 17-ാം തിരുവചനം, ആ വചനം സ്ക്രീനിൽ നിങ്ങൾക്കായി എഴുതിയിട്ടിട്ടുണ്ട്. 1 സാമുവേൽ 1-ാം അധ്യായം 17-ാം തിരുവചനം. സാവൂൾ സാമുവേലിൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടപ്പോൾ കർത്താവ് സാമുവേലിനോട് പറഞ്ഞു, ഞാൻ നിന്നോട് പറഞ്ഞ മനുഷ്യൻ ഇവനാണ്, എൻ്റെ ജനത്തെ ഭരിക്കുന്നവൻ ഇവൻ തന്നെ. ഈ മനുഷ്യൻ അല്ലെങ്കിൽ ഇതാ മനുഷ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് പീലാത്തോസ് അരമനയ്ക്ക് വെളിയിൽ കൊണ്ടുവന്ന് കർത്താവിനെക്കുറിച്ച് പറയുമ്പോൾ സാമുവേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്ന ഈ വചനങ്ങൾ ഇത്തരുണത്തിൽ ഓർത്തെടുക്കാൻ സാധിക്കും. ഞാൻ നിന്നോട് പറഞ്ഞ മനുഷ്യൻ ഇവനാണ്, എൻ്റെ ജനത്തെ ഭരിക്കുന്നവൻ ഇവൻ തന്നെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വചനം നമ്മൾ കാണുന്നത്. ഇതാ മനുഷ്യൻ എന്ന പ്രഖ്യാപനം ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ കാണുന്ന മനുഷ്യപുത്രനെക്കുറിച്ചുള്ള പ്രവചനത്തെയും ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്ന് ഇത്തരുണത്തിൽ മറ്റൊരു വചനഭാഗം കൂടെ കൂട്ടിച്ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതൊരു കമ്പാരിറ്റീവ് സ്റ്റഡിയാണ്. പഴയ നിയമത്തിലെ ചില വചനഭാഗങ്ങൾ ദർശനപരമായി പ്രവചനമായി കർത്താവിൽ നിറവേറ്റപ്പെടുന്നു എന്നുള്ളതാണ് ഈ പരാമർശങ്ങളൊക്കെയും സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മനസ്സിലാക്കുക, ദാനിയേലിൻ്റെ പ്രവചന ഗ്രന്ഥത്തിൽ 7-ാം അധ്യായം 13-14 വാക്യങ്ങളിൽ കർത്താവിനെക്കുറിച്ച് മനുഷ്യപുത്രനെക്കുറിച്ചുള്ള പ്രവചനമായി അവതരിപ്പിക്കപ്പെടുന്ന വചനം സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാനായി സാധിക്കും. വചനം ഇങ്ങനെയാണ്: നിശാദർശനത്തിൽ ഞാൻ കണ്ടു, ഇതാ വാനമേഘങ്ങളോടുകൂടെ മനുഷ്യപുത്രനെ പോലെ ഒരുവൻ വരുന്നു. എല്ലാ ജനതകളും ജനപദങ്ങളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് ആധിപത്യവും മഹത്വവും രാജത്വവും അവന് നൽകി എന്ന ദാനിയേലിൻ്റെ പ്രവചന ഗ്രന്ഥത്തിലെ ദർശനം വളരെ വ്യക്തമായി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതും ഇപ്രകാരം കർത്താവിൻ്റെ രാജത്വത്തെക്കുറിച്ചുള്ള പ്രവചനമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മനുഷ്യപുത്രനായി യേശുവിനെ അവതരിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദാനിയേൽ കണ്ട ഈ മനുഷ്യപുത്രൻ വിധിയാളനായ മിശിഹായുടെ മുന്നോടിയാണെന്ന് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 31 മുതൽ 46 വരെയുള്ള വചനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പീലാത്തോസ് ഇവിടെ ഈശോയെ രാജാവും വിധിയാളനുമായി പ്രഖ്യാപിക്കുകയാണ്. എന്നാൽ ഇതിന് യഹൂദരുടെ ഭാഗത്തു നിന്ന് അവനെ ക്രൂശിക്കുക എന്ന പ്രതികരണമാണ് ലഭിച്ചത്. അതാണ് നമ്മൾ 6-ാമത്തെ വാക്യത്തിൽ വായിച്ചു കേൾക്കുകയും ചെയ്തത്. അപ്പോൾ പീലാത്തോസ് പറയുന്നുണ്ട്, നിങ്ങൾ തന്നെ അവനെ കൊണ്ടുപോയി ക്രൂശിച്ചു കൊള്ളുവിൻ, എന്തെന്നാൽ ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്നാണ് പീലാത്തോസ് പറയുന്നതായി 6-ാം വചനത്തിൽ നമ്മൾ കാണുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഇപ്രകാരം പീലാത്തോസിൻ്റെ അരമനയ്ക്കകത്തും പുറത്തുമായി കർത്താവിനെ പീഡകൾ ഏൽപ്പിച്ച് ക്രൂശിക്കാൻ റോമൻ ഭരണാധികാരികളുടെ അധികാരപരിധിയിൽ മാത്രം പെട്ട നിയമം ഉപയോഗിച്ചുകൊണ്ട് പീലാത്തോസ് വിധി പറയുകയാണ്. ഈ വാക്കുകളിലൂടെ പീലാത്തോസ് ഈശോയുടെ നിഷ്കളങ്കത ഒരിക്കൽ കൂടി പ്രഖ്യാപിക്കുന്നുണ്ട്. ഇതാ മനുഷ്യനെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിനെ വെളിപ്പെടുത്തുന്നത് വഴിയായി തങ്ങൾ ഈശോയിൽ ആരോപിച്ച രാഷ്ട്രീയ കുറ്റാരോപണം വിലപ്പോകില്ല എന്ന് കണ്ടപ്പോൾ ഈശോയെ കൊല്ലുവാൻ അവർ ആഗ്രഹിച്ചതിന് യഥാർത്ഥ കാരണം യഹൂദർ തുറന്നു പറയുകയാണ്. ഈശോ തന്നെ ദൈവപുത്രനായി അവതരിപ്പിച്ചു എന്നതാണ് കാരണമെന്ന് യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 10-ാം അധ്യായം 36-ാം തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വചനമാണ് അവിടെ കാണുന്നത്. ദൈവദൂഷണമായി അവർ കർത്താവിൻ്റെ മേൽ ആരോപിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 56 മുതൽ 59 വരെ സ്ക്രീനിൽ നിങ്ങൾ കാണുന്ന ആ വചനം, യോഹന്നാൻ 8:56 മുതൽ 59 വരെയും 10-ാം അധ്യായം 33-ാമത്തെ തിരുവചനത്തിലും
അവൻ പറഞ്ഞ വാക്കുകൾ ദൈവദൂഷണമായി യഹൂദന്മാർ അവതരിപ്പിക്കുകയാണ്. ദൈവദൂഷണം പറയുന്നവരെ കല്ലെറിയണമെന്ന യഹൂദരുടെ നിയമമാണ് അവർ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതായി ലേവ്യരുടെ ഗ്രന്ഥം 24-ാം അധ്യായം 16-ാം തിരുവചനം ഇസ്രായേൽ ജനങ്ങൾക്ക് വേണ്ടി നൽകപ്പെട്ട ഈ വചനഭാഗത്ത് വ്യക്തമായി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയും പ്രിയപ്പെട്ടവരെ, കർത്താവിനെ എങ്ങനെയായാലും ശരി ഇല്ലായ്മ ചെയ്യുക, വകവരു ക്രൂശിക്കുക എന്നുള്ള യഹൂദന്മാരുടെ ആവശ്യമാണ് ഈ വാക്കുകളിലൂടെ പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെയും അവർ എന്ത് വില കൊടുത്തും കർത്താവിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ചവരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും. അതുകൊണ്ടാണ് ദൈവദൂഷണം പറയുന്നവനാണ് ഇവൻ എന്ന് പറഞ്ഞ് മതപുരോഹിതന്മാരുടെ മുമ്പിൽ യഹൂദന്മാർ കർത്താവിനെ കൊണ്ടുവന്ന് നിർത്തുന്നത്. ദൈവദൂഷണം പറയുന്നവനെ മതപുരോഹിതന്മാർ ശിക്ഷയ്ക്ക് വിധിക്കുന്നു. എന്നാൽ രാജാവാണെന്ന് പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞ് രാഷ്ട്രീയ നേതൃത്വത്തിന് മുമ്പിൽ, ചക്രവർത്തിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അവന് വധശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനായും അവർ പരിശ്രമിക്കുന്നു. സഹോദരങ്ങളെ, നമ്മൾ എപ്പോഴൊക്കെയാണോ ഇങ്ങനെ മറ്റുള്ളവരെ ഇല്ലായ്മ ചെയ്യാനായി അനീതിയുടെ മാർഗങ്ങളിലൂടെ പരിശ്രമിക്കുന്നത്, ഒന്നിനു പുറകെ ഒന്നായി അസത്യ പ്രചാരണങ്ങൾ നടത്തുന്നത്, അവിടെ നമ്മുടെ കർത്താവിനെ ക്രൂശിച്ചവരുടെ കൂടെ കൂടുകയാണ് ഞാനും നിങ്ങളും ചെയ്യുന്നത്. മനസ്സാക്ഷിക്കനുസരിച്ച് വിധികൾ പറയാനും അതനുസരിച്ച് ജീവിക്കാനും പ്രവർത്തിക്കാനും സാധിക്കുമ്പോഴാണ് നമ്മൾ ക്രിസ്തു ശിഷ്യരാകുന്നത് എന്ന യാഥാർത്ഥ്യം മറന്നു പോകാതിരിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.